പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 10 വർഷത്തേക്ക് കൂടി ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട് വീണ്ടും അഴിക്കുള്ളിലായിരിക്കുകയാണ്. ഏറെ നാടകീയത നിറഞ്ഞതാണ് ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇമ്രാൻഖാൻ ആദ്യം പുറത്തായതിന് അമേരിക്കയ്ക്കും പങ്കുണ്ടെന്നായിരുന്നു ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നത്. തന്റെ അണികളോടും പാർട്ടി പ്രവർത്തകരോടും അതയാൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പിന്നണി നീക്കത്തിന്റെ തെളിവുകളും ഇമ്രാൻഖാൻ പുറത്തുവിട്ടിരുന്നു. ഒരു കാലത്ത് പാകിസ്ഥാന്റെ അഭിമാനമായിരുന്നു ഖാൻ. പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഇമ്രാൻഖാനെതിരെ വന്നത് നിരവധി കേസുകളായിരുന്നു. അതിലേറ്റവും ഗുരുതരമായൊരു കേസായിരുന്നു അമേരിക്കയ്ക്കെതിരെയുള്ള തെളിവ്. രഹസ്യാത്മക സ്വഭാവമുള്ള ഔദ്യോഗിക സന്ദേശം പുറത്താക്കിയെന്നായിരുന്നു ഇമ്രാൻഖാനെതിരെ സൈഫർ എന്ന കേസ് വന്നത്. രാജ്യരഹസ്യങ്ങൾ പുറത്താക്കിയെന്ന കുറ്റത്തിനാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ 10 വർഷത്തെ തടവിന് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. ഇമ്രാന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കുന്ന ഈ ശിക്ഷാവിധി ആസന്നമായ ഒരു പൊതുതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇമ്രാൻ പാക് ജയിലിൽ കഴിയുകയാണ്. പ്രതീക്ഷിച്ചിരുന്ന വിധിയാണെങ്കിലും ശിക്ഷ ഇത്ര കടുക്കുമെന്ന് ഇമ്രാനോ അദ്ദേഹത്തിന്റെ അനുയായികളോ പ്രതീക്ഷിച്ചിരുന്നില്ല. ഖാന്റെ കാര്യത്തിൽ അസാധാരണമായ നിയമ നടപടികളാണ് നടന്നതെന്നാണ് അനുയായികൾ ആരോപിക്കുന്നത്. സാധാരണ പോലെ കോടതി മുറിക്കുള്ളിൽ അല്ലായിരുന്നു. ഖാനെ പാർപ്പിച്ചിരുന്ന റാവൽപിണ്ടിയിലെ ഒരു അടച്ച മുറിയിലായിരുന്നു കോടതിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഖാന്റെ അഭിഭാഷകർ പ്രതിഷേധിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. തങ്ങളെ ക്രോസ് വിസ്താരം നടത്താൻ പോലും അനുവദിച്ചില്ലെന്നും ഖാന്റെ അഭിഭാഷകർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2022 അമേരിക്കയിലെ പാകിസ്ഥാൻ സ്ഥാനപതി അയച്ച രഹസ്യ കേബിൾ സന്ദേശം ഇമ്രാൻഖാനും ഷായും പരസ്യമാക്കിയതാണ് സൈഫർ കേസ്. ഈ സന്ദേശം വരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാനെതിരെ രാഷ്ട്രീയ കലഹം ആരംഭിച്ചതിന് ശേഷമായിരുന്നു. തന്നെ പുറത്താക്കാൻ അമേരിക്ക പാക് സൈനിക നേതൃത്വത്തെ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു ഇമ്രാന്റെ ആക്ഷേപം. അമേരിക്കയിൽ നിന്നും വന്ന രഹസ്യ കേബിൾ അതിന്റെ തെളിവായിരുന്നു. എന്നാൽ താനല്ല, പാക് സൈന്യം വഴിയാണ് രഹസ്യ കേബിൾ പുറത്തുപോയതെന്നായിരുന്നു ഇമ്രാന്റെ വാദം. സൈഫർ കേസും അതിന്റെ രാഷ്ട്രീയ മാനങ്ങളും ഇപ്പോഴും നിരവധി ഇടങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2022 മാർച്ച് 7 അമേരിക്കയിൽ ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടക്കുകയുണ്ടായി. ബ്യൂറോ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ അഫയേഴ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂ, ആഭ്യന്തര വകുപ്പിലെ മറ്റ് ചില ഉദ്യോഗസ്ഥരും അടങ്ങുന്ന അമേരിക്കൻ പ്രതിനിധികളും പാകിസ്ഥാന്റെ US അംബാസഡർ ആസാദ് മജീദ് ഖാനും തമ്മിലായിരുന്നു ആ രഹസ്യ യോഗം. ഈ യോഗത്തിന്റെ പൂർണ്ണമായ ലിഖിത രൂപം ഒരു രഹസ്യ കേബിൾ സന്ദേശമായി പാക് സ്ഥാനപതി ഇസ്ലാമാബാദിലേക്ക് അയക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ ചട്ടം 5 പ്രകാരം രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതും യാതൊരു കാരണവശാലും പൊതുമാധ്യമത്തിൽ വെളിപ്പെടുത്താതെ നോക്കേണ്ടതുമായ ഒന്നായിരുന്നു ആ കേബിൾ സന്ദേശം. എന്നാൽ 2023 ഓഗസ്റ്റിൽ അമേരിക്കൻ വാർത്താ സംഘടനയായ ദ ഇൻഡിപെൻഡന്റ് ആ രഹസ്യ സന്ദേശത്തിന്റെ ഒരു ഭാഗം പ്രസിദ്ധപ്പെടുത്തി. പാക് സൈന്യത്തിൽ നിന്നാണ് തങ്ങൾക്ക് രേഖകൾ കിട്ടിയതെന്നായിരുന്നു ഇൻഡിപെൻഡൻസിന്റെ വാദം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സ്വീകരിച്ചിരിക്കുന്ന നിഷ്പക്ഷ നിലപാടിൽ തങ്ങൾക്കുള്ള അസന്തുഷ്ടി പാക് സ്ഥാനപതിയോട് അമേരിക്കൻ പ്രതിനിധികൾ യോഗത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന 2022 ഫെബ്രുവരി 24 പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോസ്കോയിൽ എത്തിയിരുന്നു. പാക് അംബാസിഡർ ഖാൻ ഡൊണാൾഡ് ലൂ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയം വിജയിച്ചാൽ പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം സ്വകാര്യ താൽപ്പര്യത്തിന് പുറത്താണെന്ന് കരുതിക്കൊണ്ട് വാഷിംഗ്ടൺ എല്ലാം ക്ഷമിക്കും. അല്ലാത്തപക്ഷം മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ദ ഇൻഡിപെൻഡൻസ് പുറത്തുവിട്ട രേഖകളിലുണ്ട്. യോഗത്തിൽ സംസാരിച്ചതെല്ലാം സന്ദേശമാക്കി അംബാസിഡർ ആസാദ് മജീദ് ഖാൻ ഇസ്ലാമാബാദിലേക്ക് അയച്ചു. സന്ദേശത്തിൽ വ്യക്തമായി തന്നെ രഹസ്യം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2022 മാർച്ച് 8 യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഇമ്രാന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഒരു മാസത്തിനുമിപ്പുറം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി ചെയർമാനായ ഇമ്രാൻഖാന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നും രാജിവെച്ച് ഒഴിയേണ്ടി വരികയായിരുന്നു. അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ പാസ്സായതിനു പിന്നാലെയായിരുന്നു രാജി. അമേരിക്കയുടെ കൈകൾ തനിക്കെതിരായ അട്ടിമറിക്ക് പിന്നിലുണ്ടെന്ന് ഇമ്രാൻ ആരോപിച്ചപ്പോൾ പലതവണയായി ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് ചെയ്തത്. പാക് സ്ഥാനപതിയുടെ രഹസ്യ സന്ദേശത്തിന്റെ വിവരങ്ങൾ ആദ്യമായി ഇമ്രാൻ പൊതുമാധ്യമത്തിൽ പറയുന്നത് 2022 മാർച്ച് 27 ഇസ്ലാമാബാദിൽ തടിച്ചുകൂടിയ തന്റെ അണികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും മുന്നിൽ അദ്ദേഹം പോക്കറ്റിൽ നിന്നും ചില തെളിവുകൾ പുറത്തെടുത്തു. തന്നെ പുറത്താക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചനകൾ നടന്നുവെന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു ആ തെളിവുകൾ. 10 ദിവസത്തിനു ശേഷം ആ രഹസ്യ കേബിളിനെ കുറിച്ച് ഇമ്രാൻ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി. പാക് ഡെയിലിയായ ഡോൺ അതേക്കുറിച്ച് എഴുതിയത് ആ രഹസ്യ സന്ദേശം പാക് സ്ഥാനപതി വഴി അമേരിക്ക അയച്ച ഭീഷണിയായിരുന്നു എന്നാണ്. തന്റെ സ്ഥാനഭ്രംശത്തിനു പിന്നാലെ ഇമ്രാൻ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് തനിക്കെതിരെ ഉണ്ടായ അവിശ്വാസ വോട്ടെടുപ്പിൽ അമേരിക്ക തന്നെയെന്നായിരുന്നു. ഇമ്രാന്റെ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
2023 ജൂലൈയിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള നിലവിലെ പാക് സർക്കാർ മുൻ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തു വന്നിരുന്നു. ഇമ്രാൻ ഔദ്യോഗിക രേഖ പുറത്താക്കി എന്ന ഗുരുതരമായ കുറ്റം അവർ ആരോപിക്കുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയായിരുന്ന റാണ സനഉള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇമ്രാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഔദ്യോഗിക രഹസ്യരേഖയെ പഴിചാരിക്കൊണ്ടുള്ള ഇമ്രാന്റെ ആരോപണങ്ങൾ പാകിസ്ഥാന്റെ വിദേശ ബന്ധങ്ങളെ മോശമായി ബാധിച്ചുവെന്നായിരുന്നു. എന്നാൽ അടുത്ത മാസം, കൃത്യമായി പറഞ്ഞാൽ ദ ഇൻഡിപെൻഡൻസ്, രഹസ്യരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാന്റെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇമ്രാനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തു. 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ സെക്ഷൻ 5 പ്രകാരമുള്ള ഉള്ളടക്കം പരസ്യമാക്കിയതായിരുന്നു കുറ്റം. സെക്ഷൻ 5 പ്രകാരമുള്ള നിയമലംഘനം കോടതിയിൽ തെളിഞ്ഞാൽ 2 മുതൽ 14 വർഷം വരെ ജീവപര്യന്തം തടവാണ് ശിക്ഷ. കുറ്റം കൂടുതൽ ഗൗരവമുള്ളതാണെങ്കിൽ മരണശിക്ഷയും വിധിക്കാം എന്നാണ് ജിയോ ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ആഗസ്റ്റിൽ തോഷഖാന ഗ്രാഫ്റ്റ് കേസിൽ ഇമ്രാൻഖാനെ 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. ആ ശിക്ഷ പിന്നീട് റദ്ദാക്കിയെങ്കിലും സൈഫർ കേസിലെ വിധി വരും വരെ ആഴിക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വന്നു. മാത്രമല്ല 2024 നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിട്ടുണ്ട് ഇമ്രാനെ. ഇപ്പോൾ കാത്തിരുന്ന വിധി നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ് പാക് കോടതി. തോഷഖാന അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ തടവിൽ കഴിയുന്നത് ഇപ്പോൾ ഇമ്രാൻ. പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഈ ശിക്ഷ ഇസ്ലാമാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് കേസുകളുടെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയക്കാനും അവർ കൂട്ടാക്കിയിട്ടില്ല. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിധി വന്നിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. PTI പാകിസ്ഥാനിൽ കനത്ത തിരിച്ചടി നേരിടുകയും ചിഹ്നമില്ലാതെ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് 2ാം തവണയാണ് ഇമ്രാൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി തോഷഖാന കേസിൽ 3 വർഷത്തെ ശിക്ഷയാണ് ഇമ്രാൻ ലഭിച്ചത്. ഇസ്ലാമാബാദ് ഹൈക്കോടതി ഇമ്രാന്റെ ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമ്രാൻഖാന്റെ ഹർജി പിന്നീട് ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണ് ചെയ്തത്. മറുവശത്ത് ഖുറേഷി നേരിടുന്ന ആദ്യ ശിക്ഷയുമാണിത്. പ്രത്യേക കോടതി ജഡ്ജിയായ അബുവൽ ഹസ്നത്ത് സുൽഖർഖൈനാണ് വിധി പ്രസ്താവിച്ചത്. വിചാരണയ്ക്ക് ശേഷം സൈഫറുമായി സംബന്ധിച്ചുള്ള കോടതിയുടെ ചോദ്യത്തിന് തനിക്ക് അറിയില്ലെന്നും സൈഫർ തന്റെ ഓഫീസിലാണ് ഉണ്ടായിരുന്നതെന്നുമായിരുന്നു ഇമ്രാന്റെ മറുപടി. വിധി പ്രസ്താവനത്തിന് ശേഷം കോടതി മുറിയിൽ നിന്ന് ജഡ്ജി പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ചത് ഖുറേഷി പ്രതിഷേധവും രേഖപ്പെടുത്തുകയുണ്ടായി. അറസ്റ്റിന് ശേഷം ഡിസംബറിൽ ഇമ്രാനും ഖുറേഷിക്കും സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും നിയമപോരാട്ടം തുടരുകയാണ് ചെയ്തത്. മറ്റ് കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഇമ്രാൻ ജയിലിൽ തന്നെ കഴിയേണ്ടതായും വരികയാണ് ചെയ്തത്. പുതിയ കേസിൽ മെയ് 9-ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ ഖുറേഷിക്ക് മോചനം ലഭിച്ചിട്ടുമില്ല. ഇതിന് ദിവസങ്ങൾക്ക് ശേഷം നിയമപരമായ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ജനുവരി 11 വരെ ഖുറേഷി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്നും പ്രത്യേക കോടതിയെ ജസ്റ്റിസ് മിയാങ്കൽ ഹസൻ ഔറംഗസേബ് വിലക്കിയിരുന്നു. ഡിസംബർ 13-ന് കേസിൽ വീണ്ടും കുറ്റാരോപിതരായതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസമാണ് അഡിയാല ജില്ലാ ജയിലിൽ വെച്ച് പ്രത്യേക കോടതി വിചാരണ ആരംഭിച്ചത്. ഒക്ടോബറിലായിരുന്നു ആദ്യമായി ഇരുവർക്കെതിരെയും ആരോപണമുണ്ടായത്. ഇരുവരും കുറ്റം നിഷേധിക്കുകയാണ് അന്ന് ചെയ്തത്. ജയിലിൽ വിചാരണയ്ക്കുള്ള ഉത്തരവിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമാബാദ് ഹൈക്കോടതി നടപടികൾ റദ്ദാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും സർക്കാരിന്റെ പക്ഷത്തായതിനാൽ വിചാരണ വെറും തമാശയാണെന്നായിരുന്നു ഇമ്രാൻഖാൻ അന്ന് പരിഹസിച്ചിരുന്നത്.